പ്രിയപ്പെട്ടവരെ, തെയ്യോസ് എന്ന ഈ പീഡാനുഭവവാര ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാനത്തിൻ്റെ 4-ാം ദിനമായ ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന വലിയ പീഡകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ആ പീഡാനുഭവത്തിൻ്റെ തുടക്കം നമുക്കറിയാം. സെഹിയോൻ ശാലയിൽ ഈശോ ശിഷ്യരുടെ കാല് കഴുകിക്കൊണ്ട് എല്ലാ പാപത്തിനുമുള്ള പരിഹാരം, പാപത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. പാപത്തിനുള്ള പരിഹാരം, ഒന്നാമത്തെ പരിഹാരം നാം ഇന്നലെ കണ്ടു. ദൈവത്തിൻ്റെ തിരുഹിതം അന്വേഷിക്കുക, ഏകനായി സഹനങ്ങളിൽ പതറാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. രണ്ടാമത്. മൂന്നാമതായി ഈ പെസഹ വ്യാഴാഴ്ച നാം കാണുന്നത് സ്വയം എളിമപ്പെടുത്താൻ പഠിക്കുക. ദൈവം നമുക്ക് എളിമപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചും പ്രതിഷേധിച്ചും കലഹിച്ചും നമ്മളെ തന്നെ സ്വയം പ്രതിരോധിച്ച് വ്യഗ്രതപ്പെടേണ്ടതില്ല. മറിച്ച് എളിമപ്പെടാൻ ശിഷ്യർക്ക് കഴിയാതെ പോയപ്പോഴാണ് ഗുരു തന്നെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കാലുകഴുകൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അടിമകൾ ചെയ്യുന്ന പണിയാണ് കാലുകഴുകൽ. യഹൂദ പാരമ്പര്യത്തിൽ ഒരു വീട്ടിലൊരു അടിമയുണ്ടെങ്കിൽ അയാളുടെ പണിയാണ് വീട്ടിൽ ആര് കയറി വന്നാലും ഓടിച്ചെന്ന് കാല് കഴുകി തുടച്ച് കയറ്റിക്കൊണ്ടുവരിക. അങ്ങനെ അടിമ വീട്ടിലില്ല എങ്കിൽ വീട്ടിലെ ഏറ്റവും ഇളയതിൻ്റെ പണിയാണ്. ഏറ്റവും ഇളയതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായ കൊച്ചു കാല് കഴുകിയല്ലോ. മറിച്ച് പ്രായപൂർത്തിയായവരിൽ ഏറ്റവും ഇളയതിൻ്റെ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുടെ പണിയാണ് വാസ്തവത്തിൽ ഈ കാലുകഴുകൽ എന്ന് പറയും. പക്ഷേ ഈ കാലുകഴുകലിന് ഒരു വിശുദ്ധീകരണത്തിൻ്റെ ധ്വനിയുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ തന്നെ 7-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങളിൽ പാപിനിയായ സ്ത്രീ വന്ന് ഈശോയുടെ പാദം കഴുകി, കണ്ണുനീരുകൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, വിലയേറിയ നാർദീൻ സുഗന്ധദ്രവ്യം ബഥാനിയായിലെ തൈലാഭിഷേകത്തിൽ കാലിലൊഴിക്കുന്നത് ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പാദം കഴുകലിന് ഒരു വിശുദ്ധീകരണത്തിൻ്റെ സൂചനയുണ്ട് എന്നുള്ള സത്യം നമുക്കറിയാം. ഈ പാദം കഴുകിക്കൊണ്ട് ഈശോ ശിഷ്യരെ പഠിപ്പിച്ച വലിയ പാഠമെന്ത് എന്ന് ചോദിച്ചാൽ, മഹത്വം എന്നത് എളിമയിലൂടെയാണ് സംജാതമാണ്. എളിമയില്ലാത്തവ മാലാഖയുടെ പേരാണ് പിശാച് എന്ന്. ലൂസിഫറായ പിശാചായ കഥ യഹൂദ പാരമ്പര്യത്തിലുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ലൂസിഫറെ, നീ മനുഷ്യരെ ശുശ്രൂഷിക്കണം, അവർക്ക് കുഴപ്പമൊന്നും വരാതെ നോക്കണം. ലൂസിഫർ പറഞ്ഞു, നോൺ സെർവിയാം, ഞാൻ ഒരുത്തനെയും സേവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ ഒരുത്തൻ്റെയും കീഴിലല്ല എന്ന് ലൂസിഫർ പറഞ്ഞു. ലൂസിഫറിൻ്റെ ആപ്തവാക്യമായിട്ട് അക്വിനാസ് പുണ്യാളൻ പറയുന്ന ഇതാണ്, നോൺ സെർവിയാം, ഞാൻ ഒരുത്തനെയും ശുശ്രൂഷിക്കുക, കാരണം ഞാൻ ഒരുത്തൻ്റെയും കീഴിലല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു മനോഭാവവുമായി നടക്കുമ്പോൾ ശരിക്കും മാലാഖമാരെ പോലെ വിശുദ്ധരായ നമ്മൾ ലൂസിഫറിനെ പോലെ പിശാചിൻ്റെ സ്വഭാവം ആർജിക്കാം. അഹന്തയാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാപമെന്നത് സ്വയം ദൈവമാകലാണ് എങ്കിൽ ആ അഹന്തയ്ക്കുള്ള പരിഹാരം ഈശോ ശിഷ്യരുടെ പാദത്തോളം താന്നു ചെന്ന് അവൻ്റെ പാദം കഴുകി ചുംബിച്ചു. കാരണം ഈ 12 അപ്പസ്തോലന്മാരിൽ ആരാണ് ഗുരുവിൻ്റെ പാദം കഴുകേണ്ടത് എന്ന് ചോദിച്ചാൽ അവരിൽ ഏറ്റവും ചെറിയവൻ കഴുകണമെന്നാണ്. ഈ ഈശോയുടെ ശിഷ്യഗണത്തിൻ്റെ പ്രത്യേകത, ഈ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും തന്നെ സമകാലികരായി ശിഷ്യരായവരാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനം വന്നവനെന്ന് പറയാൻ ആരുമില്ല, എല്ലാവരും ഏകദേശം ഒരേ കാലത്ത് വന്നു. അതുകൊണ്ട് തന്നെ അവർ നോക്കുമ്പോൾ ഞാൻ മറ്റവനേക്കാളും ചെറിയവനൊന്നുമല്ല. എല്ലാവരും നോക്കുമ്പോൾ മറ്റവരേക്കാളും മഹത്വം തനിക്കുണ്ട് എന്ന് ചിന്തിക്കാൻ പോരുന്ന ഒട്ടനവധി ഗുണഗണങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് സത്യം. പത്രോസ് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഈശോയുടെ കാല് കഴിയേണ്ടല്ലോ, കാരണം ഞാൻ ഈ കൂട്ടത്തിലെ സീനിയർ മോസ്റ്റാണ്, എനിക്ക് കാല് കഴിയേണ്ട കാര്യമൊന്നും. മത്തായി ചിന്തിച്ചു, ഇവന്മാരെല്ലാവരും
വളരെ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തിൽ നിന്ന് വന്നവന്മാർ. ഞാനാണ് അല്പം കാശുള്ള വീട്ടിൽ നിന്ന്. ഞാൻ ഏതൊക്കെയാലും കാല് കഴിയേണ്ട കാര്യമൊന്നുമില്ല. യോഹന്നാൻ ചിന്തിച്ച്, ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട സ്വന്തക്കാരൻ, കുടുംബത്തിൽ നിന്ന് വന്നവനല്ല, ഞാനല്ലല്ലോ ഇതിൽ താഴ്ന്നവൻ എന്ന് കരുതാനുള്ള കാര്യം എനിക്കില്ല. തീവ്രവാദിയായ ശമയോന്, അവൻ ചിന്തിച്ച് തന്നെ ഈ കൂട്ടത്തിൽ ആയുധബലവും 2 കളരി അഭ്യാസമൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെ ഇവന്മാരുടെ കീഴിലാണ്? അല്ല. എല്ലാവർക്കും വലുതാകാൻ 1000 കാരണമുണ്ടായിരിക്കെ ചെറുതാകാൻ ഒരു കാരണവും അവർക്കില്ല. പക്ഷേ ചെറുതാകാൻ ഈശോയ്ക്ക് കാരണമുണ്ടായിരുന്നു. കാരണം ചെറുതായെങ്കിൽ മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റൂ എന്ന് ഈശോ മനസ്സിലാക്കി. അവൻ തൻ്റെ മേലങ്കി മാറ്റി അരക്കച്ചയെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യരുടെ പാദങ്ങളോളം താഴ്ന്നു ചെന്നു. സഭാപിതാക്കന്മാർ പറയും, ഇത് മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. മഹോന്നതനായ ദൈവം ദൈവീക മഹത്വത്തിൻ്റെ മേലങ്കി മാറ്റിവെച്ച് ശിഷ്യരുടെ പാദങ്ങളോളം അവൻ അരക്കച്ചയെടുത്ത് ചുറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം സ്വീകരിച്ച് ദാസനെ പോലെ പാദങ്ങളോളം താഴ്ന്നു എന്ന്. ആ ഒരു സത്യം ഇവിടെ ഈശോ പൂർത്തിയാക്കി. പാപത്തെ അതിജീവിക്കണം എന്ന് നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ ഈശോയെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ചെറുതാകാൻ, എളിമപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള 100,000 അവസരങ്ങൾ മുമ്പിലുണ്ടായിരിക്കവേ അവയെല്ലാം വേണ്ട എന്ന് വയ്ക്കാൻ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ശരിക്കും പുണ്യത്തിൻ്റെ വഴിയിൽ മുന്നേറുക. എവിടെയാണ് നാം പാപത്തിൽ തകർന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും എപ്പോഴും വലിയ ആളാണ് എന്ന് സ്ഥാപിക്കാൻ ഉള്ള വ്യഗ്രതയിൽ മുന്നേറുമ്പോൾ നാം പാപത്തിൻ്റെ വഴിയിലാണ് മുന്നേറുക. പാപത്തെ അതിജീവിക്കാൻ കർത്താവ് കാണിച്ചു തരുന്ന ഈ ഒരു വലിയ മാതൃക, ഈശോ ശിഷ്യരുടെ അഹന്തയുടെ പാദങ്ങളിൽ വെള്ളമൊഴിച്ചു, കഴുകി, തുടച്ചു, ചുംബിച്ചു. ഉടനെ അവർ പറഞ്ഞു, ഗുരുവേ, നീ എന്നെ കാണിക്കുന്നത് ഞങ്ങളുടെ പാദം കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. പത്രോസ് പറഞ്ഞു, എന്ത് ചെയ്താലും നീ ഞങ്ങളുടെ പാദം കഴുകാൻ ഞാൻ സമ്മതിക്കും. ഉടനെ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയില്ല എങ്കിൽ നിനക്കെന്നോട് ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തെ അതിജീവിക്കാനുള്ള 2ാമത്തെ വലിയ മാർഗമാണ്. ഏതാണ് ആ മാർഗം? ഈശോയുടെ തിരുരക്തത്താൽ നമ്മളെ കഴുകണം. ആ കഴുകൽ എവിടെയാ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുമ്പസാരക്കൂട്ടിലാണ് ആ കഴുകൽ സംഭവിക്കുക. ഇത് മാമോദീസായെ കുറിച്ചാണ് എന്ന് ചിലർ പറയും. കാല് കഴുകൽ മാമോദീസായെ അനുസ്മരിപ്പിക്കുന്ന കൂദാശയാണ് എന്ന് കുമ്പസാരത്തെ അംഗീകരിക്കാത്ത ചില സഭാവിഭാഗങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഈശോ പറയുന്നത് എന്താ? കുളിച്ചവന്, സ്നാനം കഴിഞ്ഞവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതി, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനാകുമെന്ന്. സ്നാനം കഴിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തെയാണത്. മാമോദീസ സ്വീകരിച്ചവൻ, അവന് ഇനി വേണ്ടത് ഏതാനും കർമ്മപാപങ്ങളുടെ മോചനമാണ് എങ്കിൽ അത് തരുന്ന കൂദാശയാണ് ഈശോ സ്ഥാപിക്കുക. അതായത്, മനുഷ്യ, നിനക്ക് സ്വന്തം കഴിവുകൊണ്ട് പാപത്തിൻ്റെ മേൽ വിജയം വരിക്കാനാവില്ല. പാപത്തെ വിജയിക്കാൻ നിനക്ക് ഈശോ മിശിഹായുടെ തിരുരക്തം കൂടിയേ കഴിയും. അതിനുവേണ്ടി അവിടുന്ന് കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചു. അന്ത്യത്താഴവേളയിൽ നിത്യവും മനുഷ്യരുടെ കൂടെയായിരുന്ന് അവരെ വിമലീകരിച്ച് വിശുദ്ധീകരിക്കുവാൻ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. താൻ ചെയ്തവ ചെയ്യുവാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം പറയുവാനും വേണ്ടി അവിടുന്ന് പൗരോഹിത്യമെന്ന കൂദാശയും അന്ന് സ്ഥാപിച്ചു. ശരിക്കും പെസഹ വ്യാഴം എന്ന് പറയുന്നത് കൂദാശകളുടെ പുണ്യദിനമാണ്. നമുക്കറിയാം, ഈശോ മാമോദീസായെക്കുറിച്ച്, പരിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച്, പൗരോഹിത്യത്തെക്കുറിച്ച്, സർവോപരി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, ആ 4 കൂദാശകളും പിറവിയെടുക്കുന്ന പുണ്യദിനമായി പെസഹ വ്യാഴാഴ്ചയെ
ഈശോ മാറ്റി. അതുകൊണ്ടാണ് പെസഹാകാലത്ത് കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് സഭയ്ക്കൊരു പ്രമാണമുള്ളൂ. ഈ പെസഹാകാലത്ത് ഞാൻ കുമ്പസാരിക്കുമ്പോൾ കർത്താവ് ശിഷ്യരുടെ പാദം കഴുകി തുടച്ചതുപോലെ തൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ പാദം മാത്രമല്ല, ശിരസ് മുതൽ പാദം വരെ എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ, എന്നെ പൂർണ്ണമായും ദൈവം കഴുകി വിശുദ്ധീകരിക്കുന്ന നാളുകളാണിത് എന്നോർക്കണം. അതുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്ന എല്ലാവരും ഈ പെസഹാകാലത്ത് കുമ്പസാരിച്ചു എന്നുറപ്പ് വരുത്തും. നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം പോലും കുമ്പസാരിക്കാതിരിക്കുന്നില്ല എന്നുറപ്പ് വരുത്താൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കൂദാശ ഏത് എന്ന് ചോദിച്ചാൽ കുമ്പസാരം എന്ന കൂദാശ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ പിശാചിനറിയാം അവൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു മനുഷ്യനെ പാപത്തിൻ്റെ കെണിയിൽ വീഴിച്ച് മദ്യപാനിയാക്കി, നാട്ടിലെ അടിപിടിയും കൊള്ളരുതായ്മയും കാണിക്കുന്ന വ്യക്തിയാക്കി, കുടുംബത്തിലെ കലഹം കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയി, മക്കള് അനാഥാലയത്തിൽ അഭയം തേടി അപ്പനെ പേടിച്ച്, അങ്ങനെ സർവ്വതും തകർന്ന് ജീവിക്കുന്ന മനുഷ്യൻ കത്തിക്കുത്ത് കേസിൽ പ്രതിയായി ജയിലിൽ പോയി തിരികെ ഇറങ്ങി വന്നു. ഞാൻ സാങ്കല്പികമായി പറയുന്നാൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. അയാളിങ്ങനെ ധ്യാനം കൂടാൻ വന്നു, മാനസാന്തരപ്പെട്ടു. അയാളുടെ ഉള്ളിൽ ഈശോ വചനത്തെ ജ്വലിപ്പിച്ചു, മാനസാന്തരപ്പെട്ടു, പുതിയ സൃഷ്ടിയായ ആ മനുഷ്യൻ. കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, പിതാവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപം കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഈശോ എഴുന്നേറ്റ് കുമ്പസാരിക്കുന്ന ആ മനുഷ്യൻ്റെ ശിരസിൽ കാൽവരിയിലെ കുരിശിൻ്റെ തിരുരക്തമൊഴിച്ച് അവനെ വിശുദ്ധീകരിച്ചു, ദൈവ പൈതലാക്കി രക്ഷയുടെ വഴിയിൽ തിരികെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ കുമ്പസാരം എന്ന കൂദാശയുടെ അത്ഭുതം. അതുകൊണ്ട് തന്നെയാണ് പിശാച് ഇതിനെ അങ്ങേയറ്റം വെറുക്കുന്നത്. കാരണം പിശാചിൻ്റെ നാളിതുവരെയുള്ള മുഴുവൻ പരിശ്രമങ്ങളെയും പാഴ്വേലയാക്കാൻ ഈ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് കഴിയും. അതുകൊണ്ട് മനുഷ്യൻ കുമ്പസാരിക്കാതിരിക്കണം എന്നുള്ളത് പിശാചിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ കൂദാശയെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പിശാച് ചെയ്യും. ഈ അടുത്ത കാലത്ത് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കേട്ടു, കേരളത്തിലെ കഴിഞ്ഞ 5-6 കൊല്ലങ്ങളായി ഇറങ്ങിയ 21 സിനിമകളിൽ കുമ്പസാരം എന്ന കൂദാശയെ അങ്ങേയറ്റം മ്ലേച്ഛമായി, മോശമായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുണ്ട്. ആ സെമിനാറിൽ തന്നെ, ഞാൻ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ സെമിനാറിൽ കാണിച്ച രംഗങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. സിനിമയുടെ പേര് ഞാൻ പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ സിനിമകളിൽ എല്ലാത്തിൻ്റെ ഇതിവൃത്തം ഒന്ന് തന്നെ. കുമ്പസാരക്കൂട്ടിലിരുന്ന് അച്ഛൻ പാപം കേൾക്കുന്നു, ഏതെങ്കിലും അശുദ്ധ പാപം കേൾക്കുമ്പോൾ അച്ഛൻ ആവേശഭരിതനാകുന്നു. ഈ അശ്ലീലമായ കാര്യങ്ങളെല്ലാം കേട്ട് ആസ്വദിച്ച് ആനന്ദിച്ച് നിർവൃതി അടയുന്ന ഒരു വൈദികനെയാണ് എല്ലാ സിനിമയിലും ചിത്രീകരിക്കും. ഇത് ആ സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, ബോധപൂർവം ഈ കൂദാശയെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സിനിമകളൊക്കെ ആരാ നിർമ്മിച്ചത് എന്ന് അന്വേഷിച്ചെത്തുമ്പോഴാണ് ആ സെമിനാറിൽ നയിച്ച വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തി, ഈ സിനിമകളിൽ പലതിൻ്റെയും പണം മുടക്കിയിരിക്കുന്നത് നാട്ടിലെ അറിയപ്പെടുന്ന ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകൾ, ചെകുത്താൻ ആരാധനക്കാർ, അതുപോലെ തിരുസഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, അവരൊക്കെയുമാണ് ഇതിനു വേണ്ടി പണം മുടക്കിയിരിക്കുന്നത്. കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നരകപിശാചും അവൻ്റെ പിണിയാളികളും പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതിനു വേണ്ട എല്ലാ കരുക്കളും സമർത്ഥമായി നീക്കുന്നുണ്ട്. മുതിർന്ന തലമുറ ഒരിക്കലും കുമ്പസാരത്തെ തെറ്റിദ്ധരിക്കില്ല എന്നെനിക്കറിയാം.
കാരണം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഒരു വൈദികൻ്റെയും വിദൂര സ്വപ്നങ്ങളിൽ പോലും കടന്നു വരാത്ത മ്ലേച്ഛമായ ചിന്തകൾ ആരോപിക്കുന്നവൻ കുമ്പസാരമെന്ന കൂദാശയെ അവഹേളിക്കുക മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്. ഈ ഇളം തലമുറ ആവർത്തിച്ച് ഇത്തരം അശ്ലീല രംഗങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും കുമ്പസാരമെന്ന കൂദാശയിൽ നിന്ന്, കുമ്പസാരക്കൂട്ടിൽ നിന്ന്, കുമ്പസാരക്കാരിൽ നിന്ന് അകന്നു പോവുകയും അതുവഴി നരകപിശാചിൻ്റെ സാമ്രാജ്യം ശക്തിപ്പെടുകയും ചെയ്യും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരമെന്ന കൂദാശയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലേ ഈശോ എനിക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായുള്ളൂ. നിരീശ്വരവാദിയായ നീഷെ പറയുന്നൊരു ചോദ്യമുണ്ട്. ക്രൂശിത, നീ ഒരു സമ്പൂർണ്ണ പരാജയം. നീ നല്ല മനുഷ്യനായിരിക്കും, നീ കുരിശേ കയറിയ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, പക്ഷേ നീ സമ്പൂർണ്ണ പരാജയമാണ്. കാരണം നിന്റെ മരണത്തിലൂടെ നീ ആരെ വീണ്ടെടുക്കാൻ ശ്രമിച്ചോ അവന്മാർ ഒരെണ്ണം രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നീ ഒരു സമ്പൂർണ്ണ പരാജയം. നീഷയെ അനുകൂലിച്ചുകൊണ്ടല്ല ഞാൻ പറയുക, പക്ഷെ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ഈശോമിശിഹായുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കാൽവരിയിലെ കുരിശിനെ അർത്ഥശൂന്യമാക്കുന്നത് നാം കൂദാശ ജീവിതത്തിൽ നിന്ന് അകലുമ്പോഴാണ് എന്ന പരമാർത്ഥ സത്യമോർക്ക്. മിശിഹ പൗരോഹിത്യം സ്ഥാപിച്ചത് ഈ കൂദാശകൾ യഥാസമയം യഥായോഗ്യം ദൈവജനത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പിശാച് ഈ പൗരോഹിത്യം എന്ന കൂദാശയെ വെറുക്കുന്നു. പിശാചിൻ്റെ ഈ തന്ത്രം മനസ്സിലാക്കാതെ അപൂർവമാണെങ്കിലും ചില വൈദികര് പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോകും. അവൻ കാണിച്ച പ്രലോഭനങ്ങളിൽ വീണുപോകും. ദൈവജനത്തിന് വലിയ ഇടർച്ചയ്ക്ക് കാരണമാകും, സഭയ്ക്ക് വലിയ അപമാനമുണ്ടാക്കും. പൗരോഹിത്യം എന്ന കൂദാശയിലേക്ക് അത് സ്വീകരിക്കാൻ പുതിയ തലമുറ വരാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ഇടർച്ച അവര് ഉണ്ടാക്കിയെടുക്കും. പ്രിയപ്പെട്ടവരെ, അത് അവരുടെ മാത്രം കുഴപ്പമല്ല. നരകപിശാച് അത്രമേൽ തന്ത്രശാലിയാണ്. അവൻ ദൈവജനത്തെ മാത്രമല്ല വൈദികരെ തന്നെ വഴിതെറ്റിക്കാൻ മാത്രം ശക്തനാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒറ്റപ്പെട്ടു പോയ വീഴ്ചകളുടെ കഥ പെരുപ്പിച്ചുകൊണ്ട് പൗരോഹിത്യത്തെ വിലയില്ലാതാക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നാം തിരിച്ചറിയുക, ഈ പൗരോഹിത്യം മിശിഹ സ്ഥാപിച്ചത് നരകപിശാചിന് എതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് ഈ കൂദാശയുടെ പിൻബലം ആവശ്യമുണ്ട് എന്ന് അവിടുന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. അവിടുന്ന് ഉത്തമ ബോധ്യത്തോടെ ഈ പൗരോഹിത്യം സ്ഥാപിക്കുകയും അത് നമുക്കായി പങ്കുവെച്ച് തരികയും ചെയ്തത്. വൈദികർക്ക് കുറവുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ കുറവുകൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കാം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പൗരോഹിത്യത്തിൻ്റെ പുണ്യദിനമായ പെസഹ വ്യാഴാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നാളുകളെ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ തിരിച്ചറിയുവാനും അവരെ നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരായി മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ പീഡാനുഭവ വഴികൾ, അതിലേക്ക് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ചാലകങ്ങൾ ഈ കൂദാശകളാണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. വീണ്ടും ഈശോ മിശിഹായുടെ ഈ പീഡാനുഭവ വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ, ചിന്തകനായ ബാൽത്തസാർ പറയുന്ന ഒരു സത്യമുണ്ട്. കുരിശ് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അതൊരു സത്യമാണ്.
കാർഡിനൽ ന്യൂമാൻ പറയും, കുരിശിനെ തൊടുന്നവൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെയാണ് തൊടുന്നത്. കാരണം ഈ കുരിശിലൂടെയാണ് ക്രിസ്തീയതയുടെ അന്തസത്ത അതിൻ്റെ സമഗ്രതയിൽ എത്തിപ്പെടുന്നത് എന്നുള്ള പരമമായ സത്യം നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നൽകുന്ന വിവരണത്തിലാണ് നാം തുടങ്ങിയത്. ഈ വിവരണത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാം അത്ഭുതത്തോടെ വായിച്ചെടുക്കുന്ന ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. കെദ്രോൺ തോട് കടന്ന് ഈശോ ഗെത്സമനി എന്നു പേരുള്ള തോട്ടത്തിലെത്തി. ഈ തോട്ടത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ, വിഷമങ്ങളെ സുവിശേഷകൻ അവിടെ പറയുകയാണ്. ഈശോയെ പിടിക്കുവാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ കുന്തവും കുറുവടിയും വാളും പന്തവും ഒക്കെ ആയിട്ട് ഈശോയോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതേ വാചകം ഈശോ ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ 1:38 തന്നെ അനുഗമിച്ച ശിഷ്യരോട് ഈശോ ചോദിക്കും, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? സത്യത്തിൽ നമ്മളിത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈശോയ്ക്ക് തന്നെ അനുഗമിക്കാൻ, തന്നെ സ്നേഹിച്ച് തൻ്റെ പിന്നാലെ വരുന്നവരോടും തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്നവരോടും ഈശോയ്ക്ക് ഒരേ മനസ്സാണ്. രണ്ടുപേരോടുമുള്ള ഈശോയുടെ ചോദ്യം ഒന്ന് തന്നെയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോയ്ക്ക് എതിരാളികൾ എന്ന് പറയുന്നൊന്നും എതിരാളികളല്ല. കാരണം ഈശോയ്ക്ക് അറിയാം, അവരൊക്കെയും രക്ഷാകര പദ്ധതിയുടെ നടത്തിപ്പുകാരാണ്. ഇവർ ഈശോയെ പരമാവധി ഉപദ്രവിക്കുകയാണ്. കരണത്തടിക്കുന്നു, മുഖത്തു തുപ്പുന്നു, ഈശോയെ ചമ്മട്ടിക്ക് അടിക്കുന്നു. സത്യത്തിൽ ഈ പീഡനം എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടവൻ്റെ രോഷപ്രകടനമാണ്. ചമ്മട്ടി അടിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന പടയാളികളെക്കുറിച്ച് ഒരു വിവരണം റെയ്മണ്ട് ബ്രൗണിൻ്റെ ദ ഡെത്ത് ഓഫ് ദ മെസ്സായ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ പറയുന്നു. ഈ ചമ്മട്ടി അടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും താഴ്ന്ന റാങ്കിലുള്ള പട്ടാളക്കാരെയാണ്. അവർ മേലധികാരികളുടെ മുഴുവൻ തല്ലും കൊള്ളുന്നവന്മാർ. ഒരുപാട് തല്ലുകൊണ്ട് അവൻ്റെ ഉള്ളിലെ സർവ്വരോഷവും അവൻ പുറത്തേക്ക് പ്രകടമാക്കുന്നത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുറ്റവാളിയുടെ പുറത്താണ്. സർവശക്തിയും എടുത്ത് അവനെ ആ കുറ്റവാളിയെ മർദ്ദിച്ച് അവശനാക്കി ചമ്മട്ടി അടിച്ച് ചോരയും മാംസകഷ്ണങ്ങളും തെറിപ്പിച്ച് അവനങ്ങ് ഉന്മാദലഹരിയിൽ ആനന്ദിക്കുക. ബ്രൗൺ അവിടെ പറയുകയാണ്, എല്ലാ പീഡനങ്ങളും വാസ്തവത്തിൽ താനേറ്റ പീഡനങ്ങളോട് ഒളിപ്പിച്ചു വെച്ച പ്രതികാരത്തിൻ്റെ പ്രകാശനങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, ഒരു പരിധിവരെയും സത്യമായൊരു നിരീക്ഷണമാണ്. മിശിഹാ തമ്പുരാനെ പീഡിപ്പിച്ച് ഉന്മാദം പോലെ ആനന്ദിക്കുന്ന ഈ പടയാളികൾ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അവിവേകം തിരിച്ചറിയുന്നില്ല. പക്ഷേ ഈശോ മിശിഹ ചെയ്തത് എന്താണ്? അവനെല്ലാ ആക്ഷേപങ്ങളെയും അപമാനങ്ങളെയും പീഡനങ്ങളെയും തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു. അവയെ ഒരൊറ്റ വചനം കൊണ്ട് അവൻ വിശുദ്ധീകരിച്ചു. അവൻ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നിവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോ ആ ഒരൊറ്റ വചനം കൊണ്ട് ഈ സകല പാപികളെയും മാമോദീസ മുക്കി വിശുദ്ധരാക്കി തീർത്തു. തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാണ്, ഇവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ദൈവീക പദ്ധതി നടപ്പിലാക്കിയവര്. ഫുൾട്ടൻ ഷീൻ പറയും, ലോകത്തെ ആദ്യത്തെ സുവിശേഷകൻ, 4 സുവിശേഷം എഴുതിയതിന് മുമ്പേ സുവിശേഷം എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ പീലാത്തോസാണ്. പീലാത്തോസ് പറഞ്ഞു, യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്ന് എഴുതി കൊടുത്തത് പീലാത്തോസ്. ഈശോയെ ആര് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പ്രഖ്യാപനം അത് എഴുതിയത് പീലാത്തോസാണ്. ശത്രുക്കൾ അവനെതിരായി ഉന്നയിച്ച ആരോപണം, ഇവൻ ദൈവപുത്രനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടു.
ഇവർ പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ എന്താണ്? യേശുവിൻ്റെ സത്യമാണ്. യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈശോയുടെ ശത്രുക്കളായി മുൻനിരയിൽ കടന്നു വന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ എതിർപ്പുകളും പുണ്യങ്ങളായി മാറുന്നു. എല്ലാ ആക്ഷേപങ്ങളും നമുക്കുള്ള ബഹുമതികളായി മാറ്റപ്പെടുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ. ഈ പീഡാനുഭവവാരം നമുക്ക് തരുന്ന ഏറ്റവും ആഴമുള്ള ചിന്തയായിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കും. മറ്റുള്ളവർ നമുക്കെതിരായി ചെയ്യുന്ന തിന്മകൾ, അവർ നമുക്കെതിരായി നീക്കിയ കരുക്കൾ, നമ്മുടെ സൽപ്പേര് നശിപ്പിച്ചത്, നമ്മുടെ ജീവിതം വലിച്ചു കീറിയത്, നമ്മളെ മനുഷ്യൻ്റെ വെട്ടയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയിലെത്തിച്ചവർ, അവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ ഈ അപമാനങ്ങളെ ദൈവം ബഹുമതികളാക്കി മാറ്റുന്നു. ഈ പീഡകളെ അവിടുന്ന് അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നു. പാദ്രേ പിയോ കുർബാന ചെല്ലാൻ പോലും അനുവാദമില്ലാതെ ഇരുണ്ട മുറിയിൽ ഏകനായി കഴിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കണ്ണുനീരുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കടൽ തീർത്തപ്പോൾ ദൈവം ആ മനുഷ്യനെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായി ഉയർത്തി എന്ന് നമുക്കറിവുള്ളതല്ലേ. വെറുപ്പിൻ്റെ സുവിശേഷങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ അതിനെല്ലാം കർത്താവ് നൽകുന്ന അഗാധമായ ക്ഷമയുടെ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാം സുവിശേഷമായി പരിണമിക്കുന്നു. ഈ ഒരു സത്യം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് നമുക്ക് ശ്രവിക്കാം. നമുക്ക് വേദനയും വിഷമവും ഉളവാക്കിയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തി എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാനും കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ രക്ഷയുടെ പദ്ധതി ഗ്രഹിക്കാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ ആരാധനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ തൊടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നടുവിൽ ശോഭപൂർണ്ണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും
പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവും ആരാധനയ്ക്ക് അർഹനായ പരിശുദ്ധ പരമാദിവികാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ, ഈ വലിയ ആഴ്ചയുടെ ചൈതന്യത്തോട് ചേർന്ന് പീഡാനുഭവ വഴികളെക്കുറിച്ച് ധ്യാനിച്ച് ആത്മീയ വിശുദ്ധീകരണം പ്രാപിക്കുവാനും ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രവേശിപ്പിക്കുവാനും ദിവ്യകാരുണ്യനാഥ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പെസഹ ഭക്ഷണത്തിനായി സെഹേനോട് ശാല അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്ന തൻ്റെ പ്രിയ സ്ത്രീഹന്മാരുടെ അടുത്തേക്ക് തൻ്റെ മഹത്വത്തിൻ്റെ മേലങ്കി മാറ്റിവെച്ച് ഒരു ദാസനെ പോലെ സ്വയം എളിമപ്പെട്ട് അരക്കച്ച ചുറ്റി സ്ത്രീഹന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഗുരുവായ ഈശോ എളിമയുടെ സ്വയം ചെറുതാകലിൻ്റെ വലിയ മാതൃക അവർക്ക് പകർന്നു നൽകി. അതേ ഈശോയുടെ പരിശുദ്ധ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുന്നിലാണ് നാം ആയിരിക്കുക. ദിവ്യകാരുണ്യനാഥ, ഇത്ര ചെറുതാകുവാൻ, ഇത്രമാത്രം എളിമപ്പെടുവാനും ഞങ്ങളും എത്രയേറെ ഇനി വളരേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്ത് ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തിന് മുന്നിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും ദിവ്യകാരുണ്യ ഈശോ ഈ നിമിഷം മകനെ, മകളെ നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ വ്യക്തിപരമായി അറിയുന്നു, സ്നേഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം, നീ എനിക്ക് പ്രിയങ്കരനും വിലപ്പെട്ടവനും ബഹുമാന്യനുമാകിയാൽ നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദിവ്യകാരുണ്യ ഈശോ ഈ നിമിഷം നിന്നോട് മകനെ, മകളെ അരുളി ചെയ്യുകയാണ്, നീ ഭയപ്പെടേണ്ട. നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന, നമ്മെ ഏറെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എളിമയുടെ സാന്നിധ്യമായി ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി അവിടുത്തെ ആരാധിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ, ഓരോ നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഓരോ നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു
മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഈശോയുടെ പീഡാനുഭവ രംഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ വലിയ ആഴ്ചയുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്കിടയാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. നമ്മോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹം അതിൻ്റെ ആഴത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രൂശിലേക്ക് നോക്കുമ്പോൾ, കാൽവരിയിലെ പീഡാസഹന വഴികളിലൂടെ നമ്മുടെ ചിന്തകളെ നാം കടത്തിവിടുമ്പോൾ ഈശോയ്ക്ക് നമ്മോടുള്ള വലിയ സ്നേഹം അതിൻ്റെ ആഴത്തിൽ നാം തിരിച്ചറിയുകയാണ്. അവിടുന്ന് സ്വയം പാടുപീഡകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്, പടയാളികളാൽ ചമ്മട്ടികളാൽ അടിക്കപ്പെടുവാൻ ഇടയായത്, മുൾക്കിരീടം ധരിച്ചത്, ഭാരമേറിയ കുരിശ് തൻ്റെ തിരുത്തോളിലേക്ക് ഏറ്റുവാങ്ങിയത് നമ്മോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ്റെ ശിക്ഷാവധി നമുക്ക് മോചനം ലഭിച്ചു. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായി മാറി. ഈശോയെ, അങ്ങേ മുറിവുകളാൽ എൻ്റെ ജീവിതത്തിലെ വേദനകളെയും സഹനങ്ങളെയും എൻ്റേതായ എല്ലാ മുറിവുകളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങേ തിരുഹൃദയത്തിലേക്ക്, അങ്ങേ ദിവ്യമായ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുമുറിവുകളിൽ ഈശോയെ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൻ്റെ ദിവ്യമായ സ്നേഹത്താൽ എന്നെ ആശ്വസിപ്പിക്കുകയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ യേശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ
മുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. കാൽവരിയിലെ ഈശോയുടെ ദിവ്യമായ തിരുമുറിവുകളിലേക്ക് നാം നോക്കുമ്പോൾ, അവിടുത്തെ കാൽവരിയിലെ കുരിശോട് നമ്മുടെ ജീവിതങ്ങളെ നാം ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങൾക്കും വേദനകൾക്കും അർത്ഥമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലുവരിയിലെ അങ്ങേ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ സഹനങ്ങളെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമാക്കി മാറ്റുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശ്വാസത്തിൻ്റെ വലിയ ബോധ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മരണത്തെ കീഴടക്കി പാടുവീടുകൾക്ക് വിജയം മുഴക്കി ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മകനെ മകളെ, നിന്റെ സഹനങ്ങൾ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നവയല്ല. ഈ ലോക ജീവിതത്തിനൊടുവിൽ വലിയ പ്രതിഫലം നിനക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 18-ാം തിരുവചനം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിസ്സാരമത്രേ. മുൾമുടി അണിഞ്ഞുകൊണ്ടുള്ള ഈശോയെ, അങ്ങേ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ. കുരിശിൽ പാടുപീടുകളേറ്റ മുൾമുടി അണിഞ്ഞവനായ ഈശോയെ, എൻ്റെ സഹനങ്ങളെ കുരിശോട് ചേർത്ത് രക്ഷാകരമാക്കി മാറ്റുവാൻ എനിക്ക് കരുത്ത് പകരണമേ.
കാരുണ്യനാഥനായ ഈശോയെ, കാൽവരിയിൽ അങ്ങ് കുരിശിൽ ബലിയായി തീർന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് കുറവുകളും പോരായ്മകളുമുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. എളിമയോടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ വന്നുപോയ എല്ലാ കുറവുകളും ഏറ്റുപറയുവാനും വിശുദ്ധീകരണം പ്രാപിച്ച് പാപത്തെ കീഴടക്കി ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും ഈശോയെയും ഞങ്ങളെയും ഒരുക്കണമേ, ബലപ്പെടുത്തണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം, വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വരുവിൻ നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് എളിമയോടെ ഏറ്റുപറയുവാൻ നമുക്ക് സന്നദ്ധരാകാം. ദൈവം നൽകുന്ന ഐശ്വര്യവും അനുഗ്രഹവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, നീ നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരികെ വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിന്റെ കാലുകൾ ഇടറിയത്. ജീവിതത്തിൽ നിനക്ക് ഇടർച്ചകൾ ഉണ്ടാകുന്നത്, നിന്റെ അധ്വാനങ്ങൾ ഫലം ചൂടാതെ പോകുന്നത്, പലപ്പോഴും തട്ടി വീഴുവാൻ നിനക്കിടവന്നത് നിന്റെ അകൃത്യങ്ങൾ മൂലമാണ്. ഈശോയെ, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം, ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി, തകർന്ന ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി, തകർന്ന ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. ഇരുകരങ്ങളും ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. എളിമയോടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞ് സമർപ്പിക്കാം. ക്രൂശിലേക്ക് നോക്കി, കാൽവരിയിലെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാം. ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് വലിയ പശ്ചാത്താപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, ആത്മീയ വിശുദ്ധീകരണം പ്രാപിച്ച് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹിക്കണമേ, കൃപയാൽ അഭിഷേകം ചെയ്യണമേ. അങ്ങേ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ, അങ്ങേ വിശുദ്ധീകരണത്തിൽ ഞങ്ങൾ സ്വന്തമാക്കപ്പെടട്ടെ, അങ്ങേ ദിവ്യമായ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ, കാരുണ്യത്താൽ ഞങ്ങൾ പൂരിതരാക്കപ്പെടട്ടെ, ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങളും പങ്കുചേർക്കപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ പരിശുദ്ധമായ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമായ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തം
രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമീകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.